ഇപ്പോൾ ഈ മോളുടെ ശരീരം പുറത്തേക്ക് എടുക്കുകയാണ്. അവിടെ പന്തലിൽ വെക്കുവാനുള്ള സൗകര്യമൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മ. അവിടെ ഇരിക്കില്ല, അവിടെ ഇരിക്കുന്നില്ല, അവിടെ ഇരിക്കുന്നില്ല, അവിടെ ഇരിക്കാൻ അവിടെ ഞങ്ങൾ ആദ്യം നിങ്ങളിപ്പോൾ ഇതാണ് ഈ കസേരയിൽ എന്ത് ചെയ്യും? കുഞ്ഞിന്റെ അമ്മയും അപ്പനും കുഞ്ഞിനോട് ഇതാണ് വലയ്ക്കണ്ട വലയ്ക്കണ്ട മോനോട് ഇങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി. കാണാനുള്ളവർക്ക് ഒരവസരം കൊടുക്കണം. മുൻപിൽ കൂടി നിൽക്കുന്നവരെ സൈഡിലോട്ട് കണ്ടുകഴിഞ്ഞ് മാറിയില്ല. ഈ നേരെ മുമ്പിൽ നിൽക്കുന്നവരെ കണ്ടു കഴിഞ്ഞവരെ സൈഡിലോട്ടൊന്ന് മാറിക്കാട്ടെ. കാണാൻ ഈ ആളുകൾ വരുന്നവർ കാണാൻ അവസരം കൊടുക്കണം. മുൻപിൽ നിൽക്കുന്നവരെ കേട്ടോ കണ്ട് താനിന്റെ ഭാഗത്ത് നിന്ന് കണ്ടേച്ച് നേരെ അങ്ങ് പോയാൽ മതി. കാലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടേച്ച് ഞങ്ങൾ ഇറങ്ങിക്കുവാണ്. ഇവിടെ വന്ന് കണ്ടങ്ങോട്ടൊക്കെ ഇറങ്ങിയാൽ മതി. കണ്ടാൽ ദേവി ചെയ്ത് പുറത്തോട്ട് മാറണം കേട്ടോ. അവിടെ നിൽക്കരുത്. അവിടെ നീ അങ്ങോട്ട് മാറിക്കൊടുത്തു കാണണ്ടാവും. കണ്ടിട്ട് പുറകോട്ടങ്ങ് മാറിക്കണം. കണ്ടു കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇവിടെ എല്ലാവരും കൂടെ അടക്കി പിടിച്ച് രണ്ടാമത് കണ്ടവർ അങ്ങോട്ട് മാറിക്കേ, രണ്ടാമത് കണ്ടവർ അങ്ങോട്ട് മാറിക്കേ. ഇങ്ങോട്ട് ഈ പറയുന്നത് മനസ്സിലാക്കണേ. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യവും നിർവഹിക്കാൻ വന്ന് കണ്ടതിന് ശേഷം റോഡിലോട്ട് ഇറങ്ങിയാൽ മതിയാവും. എപ്പോഴും ഇത് പറയിപ്പിച്ചുകൊണ്ടിരിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവര് ഇടവകയുടെ മുൻവികാരി ഏറ്റവും ബഹുമാനായിരിക്കുന്ന മാത്യു വർഗീസിനെ നിർത്തിയിട്ടുണ്ട്. അച്ഛനിപ്പോളെ പ്രിയപ്പെട്ട മക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്പസമയം സംസാരിക്കും. ദൈവത്തിന് മഹത്വം കാണിച്ചു. വന്യരായ വൈദികരെ, ഈ പ്രിയ മകളുടെ ഈ ലോകത്തുള്ള യാത്രയയപ്പിന് സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ മകളെ യാത്ര അയക്കുമ്പോൾ എന്താണ് കുടുംബാംഗങ്ങളെ അറിയിക്കേണ്ടത്, ഇവിടെ സന്നിധരായിരിക്കുന്ന നിങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ രൂപവും ഭാവമൊന്നും എനിക്കില്ല. ഏതാണ്ട് 8 വർഷക്കാലം ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് ദൈവം ഈ പ്രിയപ്പെട്ട മകൾക്ക് അനുവാദം കൊടുത്തു. ഇപ്പോൾ ദൈവം വരാൻ ഈ പ്രിയ മകളെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകും. തീർച്ചയായിട്ടും യോഹിക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെയും താങ്ങാനാവാത്ത
ഹൃദയഭാരമുണ്ട് എന്നുള്ളത് വ്യക്തമായി അറിയാം. എങ്കിലും ദൈവം തരുന്ന സുഖവും ദുഃഖവും ഒക്കെയും നമ്മൾ അത് വഹിച്ചേ മതിയാവുകയും നീതിമാനായ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാണ്. ഇത് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൂ. ദൈവം നമുക്ക് സുഖവും ദുഃഖവും തരുന്നു. അത് രണ്ടും ഉൾക്കൊള്ളുവാനായിട്ടുള്ള ആ ഒരു ശക്തി ദൈവം നമ്പുരാൻ ഇതിൽ നിന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്ന ഒരു കാര്യം, ജോബി വിവാഹിതനായി അതിനുശേഷം ആദ്യമായിട്ട് പിറന്ന പൈതലാണ് ഈ അബിയ. അത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് തന്നെ ആവശ്യപ്പെട്ടു, ഈ കുഞ്ഞിന് ഒരു പേരിടണം, വേദപുസ്തക അടിസ്ഥാനത്തിലായിരിക്കണം. അതിനൊക്കെ പല പേരുകളെ നിർദ്ദേശിച്ചെങ്കിലും ഒടുവിൽ ജോബിയുടെ മാതാവും പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് നൽകിയ പേരാണ് അബിയ എന്ന് പറയും. ദൈവത്തിന്റെ ആ മനോഹരമായ പൂന്തോപ്പിലെ ഒരു മനോഹര പുഷ്പമായിട്ട് ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് പ്രിയമാർക്ക് സാധിച്ചു. പ്രത്യേകിച്ച് വിദേശത്തായിരുന്നു പഠിച്ചതെങ്കിൽ തന്നെയും എല്ലാവരുടെയും സ്നേഹവും കരുതലൊക്കെയും ആവോളം ലഭിച്ച ഒരു പൈതലാണ് നമ്മളിന്ന് കടന്നുപോകുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ ഹൃദയത്തെ മതിച്ചതായൊരു കാര്യം, ഈ പ്രിയപ്പെട്ട മകളുടെ സഹോദരന്മാർ, കൊച്ചു കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവം, ഒരുമിച്ച് കളിച്ച് രസിച്ച് വളർന്ന ആ ഒരു അന്തരീക്ഷം അവിടെ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലാണെന്ന് എന്നുള്ളത് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം പ്രയാസം നമ്മുടെ ഒക്കെ മനസ്സിൽ ഉണ്ടാകും. എങ്കിലും ഈ പ്രിയപ്പെട്ട മകൾ ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ ദൈവത്തിന്റെ ആ മുന്തിരിത്തോപ്പിൽ മനോഹര പുഷ്പമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാലാഖയായിട്ട് നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട ജോലിയോടും മാതാവിനോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ പൈതലിന് ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം വിളിച്ചു മാറ്റി അങ്ങനെ സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് യാതൊരു പാപമാലിന്യങ്ങളും കൂടാതെ കടന്നുകൊണ്ടുള്ള ഈ പ്രിയ പൈതൽ തീർച്ചയായിട്ടും ഒരു മാലാഖ തന്നെയാണ്. അങ്ങനെ ദൈവത്തിന്റെ മുൻതോപ്പിൽ അബിയ എന്ന മാലാഖ ശോഭിപ്പാൻ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ പ്രിയപ്പെട്ടവർക്ക് സാധ്യമാകും. യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഈ ഭവനത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ഈ പ്രിയപ്പെട്ട മകളും അവിടെ ഉണ്ടാകും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അതേ നമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ജീവിതത്തിൽ ലഭിക്കുന്ന ദുഃഖങ്ങളിൽ പിറുപിറുക്കാതെ നിരാശപ്പെടാതെ പ്രത്യാശയോടെ മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിന് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രിയ മകൾക്ക് എല്ലാ യാത്രാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങളുടെ ഈ തീരാ ദുഃഖത്തിൽ ഞങ്ങൾക്കുള്ളതായ ദുഃഖവും പങ്കിട്ടുകൊണ്ട് ഈ പ്രിയപ്പെട്ട മകൾക്ക് ദൈവനമ്പുരാൻ ഉന്നതമായ സ്ഥാനം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം. ഇപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു റിസച്ചന്റെ ആശ്വാസ വാക്കുകൾക്ക് പ്രത്യേകമായ സന്തോഷം അറിയിക്കട്ടെ. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള മൂന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നു. വന്യനായ ജോൺ ഡാനിയൽ കോർപ്പിസ്കോപ്പാച്ചന്റെ നേതൃത്വത്തിൽ ശുശ്രൂഷ ആരംഭിക്കുന്നു. മറ്റു വൈദികരും കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കും. എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം. ദൈവമായ കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പനപ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ,
ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവളെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്നു ചേരുവാനും നിന്റെ പരിശുദ്ധന്മാരോട് ഒരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഇവൾക്ക് സമരിയാകണമേ. ആബോറൂഹോകാദീശോ ഓശോ കുലസുബാൻ അഹിതരഹം മതികാട്ടരുതന്മേൽ ഹല്ലേലൂയ്യ. ലജ്ജിക്കരുതേ നിന്നാശ്രിതരാരും അറിയിക്കരുതേ നിന്റെ വഴികൾ. ഹല്ലേലൂയ്യ. പരിശീലിപ്പിക്കാം സോദരരെ എന്നായുസിൻ അന്ത്യമടുത്തതു കാണുമ്പോൾ എന്നെ നയിപ്പോരതിവേഗം പടുനായാടികൾ പോലെത്തി വന്നെത്തിയന്നെ കയ്യിൽ കീവാൽ കണ്ടപ്പോൾ സർവാംഗം സംഭ്രമമാർന്നേ എന്നടുവെല്ലുകീപ്പോ ശ്വാസോച്ഛ്വാസം തെല്ലിടതേ ദുറ്റവരെ സോദരരെയും കാണാനവസരമേകണമെന്നവനോട് പാരമപേക്ഷിച്ചാൽ കാരുണ്യം പാഞ്ഞെത്തണമെന്നതിഘോരം മുറവിളി കൂട്ടുന്നേ ബോധം പാറക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവെന്ന് അനുഗ്രഹങ്ങൾ മനോഹരമായിരിക്കണം. പ്രഭയപ്പുകൾ ചെയ്യുവാനും പോകുന്നില്ല നിന്റെ ഉന്നതിയും സദാ നേരത്തിനോട് ആദർശിക്കുവാനായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതി കർത്താവിനെ സ്തുതി. തനിക്ക് ദാസിയെ ഞങ്ങളെ പ്രിയമായ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്തും സഹപരിപാടികളുടെ നേരങ്ങളും കാലങ്ങളും അടികളുടെ ആയുസിന്റെ വശങ്ങളൊക്കെ ഓർത്ത് ബോധപ്പെടുത്തണം. ആദിയിൽ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഹമാരോട് അനുവാദിക്കുന്ന ശിയാബ്രാനെ സംഖ്യാതീതമായ നിലയിലും പതിനായിരങ്ങളും തിരുവൻപാകം പരിഭ്രമിച്ച് പ്രച്ചുകൊണ്ട് നോക്കുന്നു. ഭയങ്കരന്മാരായ രൂപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഖല നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദം നീ അട്ടഹസിക്കുമ്പോൾ മതം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും അതുപോലെ കഴിഞ്ഞു പോവുകയും ഭൂമിയിൽ പ്രേക്ഷകമായ സർവ്വ ശരീരങ്ങളും പുനരാശിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടാനിലയിൽ സൃഷ്ടിശക്തിനാഥന് താഴ്ന്നവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിവർത്തനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനം കൂടുകയും ചെയ്യുന്നു. ബലവാനും കാന്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കുടിഞ്ഞതായ സമയത്ത് ഉള്ള പ്രത്യാശയം വാങ്ങിപ്പോയിരിക്കുന്ന ഈ പൈതലിനെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനിൽ ഞാൻ അവന് വസിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ തിരഞ്ഞേൽപ്പിക്കുന്നത് ജീവതിരുവായുള്ള വിളിച്ചെല്ലാവരും ഞങ്ങളിലും ഈ പൈതൽ നിറവേറ്റണമേ. ഞങ്ങളെല്ലാം വാങ്ങിപ്പോയിരുന്നിടത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്നെ കാണുകയും നിനക്കും നിന്റെ പിതാവിൻ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിന്റെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കുന്ന കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. സ്നേഹത്താലത്തെ കുരിശാൽ വീണ്ടൊരു ജേതാവാമീശോ നൃപനെ വാഴ്ത്തി കൂപ്പേണം വീണ്ടും വന്നിട്ടേട്ടതമക്കൾ കുയിരകി തേജോ വസനം താനണീച്ചിടും വർഗോ
ولا بول برو ولا روح قاديشو ولم ولا من ولم بالبيرامي تبي യുന്നേക്ഷാകാശരക്ത ഉൾക്കൊണ്ട് വിശ്വാസത്തിൽ വാങ്ങിപ്പോയോർക്കം ശ്രീ പാമാർഗം ആകണമെന്നിവയായിട്ട് അവരാനന്ദ സ്ഥാനം ബാറക്മോർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ പൈതലിനു വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണയ്ക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസസ്ഥലങ്ങളിൽ ഇവളെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവളെ അർഹയാക്കുകയും ചെയ്യണമേ. മോറാൻ വലോഹാൻ ലൗൽമീ. ഉണ്ണികളെ കൈകളിലേന്തി രക്ഷകനരുളി ഉണ്ണികളെ പോലാകുന്നു സത്യം തന്നെ. സ്വർഗീയ മഹാരാജ്യത്തിനവകാശികളാം കൃപയാൽ യോഗ്യത ദാസർക്കും നാഥാ ജനനി ജനക സഹോദരരും ശ്രേഷ്ഠരുമീശോ നിൻവലമായി കുഞ്ഞാടുകളോ താരം നീച്ചു വരുവിൻ പോകിൻ നിർമ്മലരൊത്തുന്നത രാജ്യം നേടുവിനെന്ന മനോജരവം കേട്ടിടേണം. ബാലരയുത്ഥാനത്തിൽ സ്വേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകിയിടേണം. കാളേറും തെരുവുകളെല്ലാം ഒഴിവാക്കും പരതന്ത്രത തീർത്തേടേണം. സ്വാതന്ത്ര്യം വിട്ടപവീര ഞങ്ങൾക്കെല്ലാം സ്നേഹിതരെ സംരക്ഷിച്ചിടാൻ ആകാത്തൊരു നശ്വരഗ്രഹമേ ശാന്ത്യവാഴ ഉത്സാഹികൾ ധാർമ്മികളാണേടും നിലയം ഞാൻ കാണാൻ പോയിട വിശ്വാസത്തോടു നിന്മൈ കാഴ്ച ചാരക്തം പാനം ചെയ്തോരെല്ലാ പേരും നരകത്തിനും വിടുതൽ നേടി സ്വർഗം ഒപ്പം പ്രാപിക്കേണം. മറിയോറാകെ മേലൈനോ അതാറേൻ കരുണാസമ്പൂർണ പുനരുദ്ധാരത്തിനെ നിന്നോട് സൃഷ്ടിയതി നവമാകീടേണം. സവിധി വിശ്വാസികളാകും ഹൃദരെ ഓർക്കേടും ഹൃദരെ വിളിച്ചിടും മഷികാത്തെ സ്തോത്രം ഉയരാർന്നിളവില്ല അവരെ ഗും സ്തോത്രം വന്നവനാമരുവോ ഹൃദരെ ഏറ്റുന്ന സുതരന്നാത്മാവും തരും ഘോഷിക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് പി അച്ഛൻ വിവാഹം അനുശോചനം. വന്ധ്യരായ വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രിയ പൈതലിന്റെ ദേഹവിയോഗത്തിൽ തീവ്ര ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന്
അപ്രത്യക്ഷമായി ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുന്ന ഈ പ്രിയ മകൾക്ക് യാത്രാമംഗളങ്ങൾ നേരുവാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ മരണവിവരം അറിഞ്ഞതിന് ശേഷം രാത്രി ഞാൻ ഈ ഭവനത്തിൽ വന്നു. പ്രിയ അമ്മാമ്മയുമായിട്ട് ഈ കുഞ്ഞിന്റെ അമ്മാമ്മയുമായിട്ടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച്, ബന്ധത്തിന്റെ ആഴത്തെക്കുറിച്ച് എന്നോട് കണ്ണുനീര് തൂകിക്കൊണ്ട് എന്നോട് പറയുകയുണ്ടായി. 6 ആൺമക്കളിൽ ഈ ഒരു പെൺകുട്ടി മാത്രമേ മകളായിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ അമ്മ പറയുകയാണ്, ഞാൻ പുത്തങ്കാവില് ആ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ പറഞ്ഞേക്കും, ആരെങ്കിലും ബഹ്റിനിലേക്ക് പോകുന്നെങ്കിൽ എന്നോട് പറയണം. ഞാൻ ഒരു പ്രാവശ്യം ആരെങ്കിലും പോകുന്നതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഒരു മുട്ടായിയെങ്കിലും എന്റെ കുഞ്ഞിന് കൊടുത്തയക്കാറില്ല. എന്നോട് പറയാം, ഞാൻ ഇത്രയും സ്നേഹിച്ചത് ഈ കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോകാനാണോ എന്ന്. നമുക്കെല്ലാം ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത്. മരണാനന്തര ശുശ്രൂഷ, കുട്ടികളുടെ ശുശ്രൂഷ, ഒന്നാമത്തെ ശുശ്രൂഷയിൽ അതിന്റെ ആരംഭത്തിൽ തന്നെ അൽപായുസിൽ കറുതയുണ്ടാതെ ഈ ലോകം വിട്ടോർ എന്നാരംഭിക്കുന്നതാണ്. 8 വയസ്സ് എന്ന് പറയുമ്പോൾ നാം വിചാരിക്കുന്ന തരത്തിൽ, ഇന്ന് കാണുന്ന തരത്തിൽ പാപത്തിന്റെ മാലിന്യങ്ങളൊന്നും നിൽക്കാതെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയൊരു പൈതൽ. ഞാൻ ഒരിക്കല് ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരു നന്നാ ചെറുപ്പത്തിൽ ഇതുപോലെ പ്രായത്തിൽ, ഇതിനേക്കാൾ അല്പം കൂടെ കുറഞ്ഞ പ്രായത്തിൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയൊരു പൈതൽ. ആ പൈതലിന്റെ ദേഹവിയോഗത്തിൽ എല്ലാ ആളുകളും മരണാനന്തര ശുശ്രൂഷയിൽ സംബന്ധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അമ്മ, ഈ കുഞ്ഞിന്റെ അമ്മ എന്നും കരഞ്ഞുകൊണ്ട് എപ്പോഴും കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണ്. കാരണം തന്റെ ഒരു കുഞ്ഞ് വളരെ നന്നാ ചെറുപ്പത്തിൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു. ഈ അമ്മ ഒരു ദിവസവും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ക്രിസ്തുവിനെ എതിരേൽക്കുന്ന വലിയൊരു എതിരേൽപ്പാണ്. ആ സമയത്ത് ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. ധാരാളം കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ സഹതന്മാരായി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളുമുണ്ട്. ആ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ പ്രൊസഷനായിട്ട് പോവാണ്. അമ്മ സൂക്ഷിച്ചു നോക്കി തന്റെ കുഞ്ഞ് അതിലുണ്ടോ എന്നറിയാൻ. അമ്മ സൂക്ഷിച്ചു നോക്കിയ സന്ദർഭത്തിൽ അമ്മ കണ്ടൊരു കാഴ്ച, എല്ലാ കുഞ്ഞുങ്ങളുടെയും കയ്യിൽ മെഴുകുതിരിയുണ്ട്. തന്റെ കുഞ്ഞിന്റെ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കിയ സന്ദർഭത്തിൽ ആ കുഞ്ഞിന്റെ കയ്യിൽ മെഴുകുതിരി കെട്ടുപോയി. അമ്മ ഈ കുഞ്ഞിനോട് ചോദിച്ചു, മക്കളെ, എല്ലാവരും മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഈ പ്രൊസഷൻ സംബന്ധിക്കുന്ന കുഞ്ഞിന്റെ മെഴുകുതിരി എന്താ കെട്ടുപോയത്? അപ്പൊ പറഞ്ഞ, അമ്മേ, ഞാൻ പല ആവർത്തി എന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് പകർന്ന ഇത് കത്തിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ കണ്ണുനീര് വീഴുമ്പോൾ ഇത് കെട്ടുപോവുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ 1 തെസ്സലോനിക്ക ലേഖനം 4:13 പറയുന്ന, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പൈതൽ കളങ്കങ്ങളില്ലാത്ത, മാലിന്യങ്ങളില്ലാത്ത ഒരു ലോകത്തിലേക്ക്, മാലിന്യമുള്ള ലോകത്തിൽ മാലിന്യം ഒട്ടും തന്റെ ശരീരത്തിലോ തന്റെ ജീവിതത്തിലോ പകർത്താതെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയതാണ്. മാലാഖമാരോട് കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും. ക്രിസ്തുവിന്റെ അടുക്കൽ ഒരാൾ വന്ന് ന്യായപ്രമാണത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചതിന് ക്രിസ്തു പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായ മറുപടിയാണ്. ചോദിച്ച ചോദ്യം, മോശ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചുപോയാൽ അയാളുടെ സഹോദരൻ ഈ സ്ത്രീയെ വിവാഹം കഴിച്ച് സന്തതിയെ നിലനിർത്തണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ അടുത്ത് 7 സഹോദരങ്ങളുള്ള ഒരു ഭവനം, പുനരുത്ഥാനമില്ലെന്ന് വിശ്വസിക്കുന്ന സാധുക്യരാണ് ക്രിസ്തുവിനോട് ചോദിക്കുന്നത്. അവിടെ പറയാണ്, ക്രിസ്തുവിനോട് ചോദിച്ചു, മൂത്തയാൾ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തെ ആളും അങ്ങനെ 7 പേരും ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു. ഏറ്റവും അവസാനം ഈ എല്ലാവരും മരിച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഈ സ്ത്രീ മരിച്ചു. ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം. മാനുഷികമായ ചിന്തയിൽ, ലോകത്തിന്റെ ചിന്തയിൽ സുന്നിടുന്ന ഒരു ചോദ്യം. കർത്താവിനോട് ചോദിച്ചു, ഈ സ്ത്രീ 7 പേരെയും ഭർത്താക്കന്മാരായി സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് പുനരുത്ഥാനം ഉണ്ടെന്ന് അങ്ങ് പഠിപ്പിക്കുന്നെങ്കിൽ പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആർക്ക് ഭാര്യയായിരിക്കും? പലപ്പോഴും മാനുഷികമായ നിലയിൽ ചോദ്യത്തിന് ഉത്തരവില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ ക്രിസ്തു അതിന് മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞ മറുപടി ശ്രദ്ധേയമായൊരു മറുപടിയാണ്. പുനരുത്ഥാനത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. അവർ സ്വർഗത്തിലെ മാലാഖമാരെ പോലെയാണ്. വാങ്ങിപ്പോയവരെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത് ഇതാണ്, മാലാഖമാരെ പോലെയാണ്. മാലാഖമാർക്ക് മറ്റ് ചിന്തകളൊന്നുമില്ല. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പൈതൽ പോയിരിക്കുന്നത് ദൈവസന്നിധിയിലേക്കാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിർമ്മലമായ ഗാനങ്ങൾ ആലപിക്കുവാൻ,
ഹാലേലിയ ദൈവത്തിന് പാടി മഹത്വപ്പെടുത്തുവാൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 6 ചിറകുകളുള്ള ശ്രോപ്പേന്മാർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു എന്ന് കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ നാർത്ത് അട്ടഹസിക്കുകയാണ്. ഈ പൈതലും ചേരുന്നത് അവിടേക്കാണ്. മാനുഷികമായ നിലയിൽ ഈ താൽക്കാലിക ജീവിതത്തിലുള്ള ഈ പൈതലിന്റെ വേർപാട് ആർക്കും ആശ്വസിപ്പിച്ചാലും ദുഃഖം തീരുവാൻ തക്കവണ്ണം വകയാകുകയില്ല എന്നെനിക്കറിയാം. എന്നാൽ അതിനപ്പുറമായി ക്രിസ്തുവിന്റെ സന്നിധിയിലേക്കാണ് ഈ പൈതൽ യാത്രയാകുന്നതെന്ന ബോധ്യം പലപ്പോഴും നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെയും പ്രിയ വല്യമ്മച്ചിയും സഹോദരങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പൈതൽ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ യാത്രാമംഗളങ്ങൾ പ്രത്യേകമായിട്ട് നേരുന്നു. അവസരം നിന്ന് ബഹുമാനപ്പെട്ട രാജനോട് അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അജിയച്ഛന്റെ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, വന്യവൈദിക ശ്രേഷ്ഠരെ, ഈ പുത്തങ്കാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ നാളുകളായിരുന്നു ദിവസങ്ങൾ. ഈ കുഞ്ഞിന്റെ വേർപാടിന്റെ അവസരം മുതൽ ഒരു പിഞ്ചു പൈതല് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുണ്ടാകുന്ന മാനസിക വ്യതയിലായിരുന്നു. പ്രത്യേകിച്ച് ഈ ഭവനം അതീവമായ ദുഃഖത്തിലായിരുന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ ദൈവകിരീടം പ്രാപിക്കണമെങ്കിൽ ഒത്തിരി യുദ്ധം ചെയ്തേ മതിയാവും. അവരെ കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന അനുഭവിക്കണം, നോമ്പ് നോക്കണം, ഉപവസിക്കണം, നന്മ ചെയ്യണം. പക്ഷേ പാട്ടുകാരൻ പറയുന്നു, സമരം ചെയ്യാതെ നീതികിരീടം പ്രാപിച്ച ഒരു കുഞ്ഞാണ് നമ്മളിൽ നിന്ന് കടന്നു പോകും. ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ കുഞ്ഞിന് ആവശ്യമില്ല. അല്ലാതെ തന്നെ നീതികിരീടം പ്രാപിച്ച് നമ്മളിൽ നിന്ന് കടന്നു പോകും. ഈ കുഞ്ഞിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പ്രിയ മാതാവും കുഞ്ഞിന്റെ മാതാപിതാക്കളും ഒക്കെ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പിതാവ് മരിച്ച അവസരത്തിൽ ഈ കുഞ്ഞുങ്ങളെല്ലാവരും ഈ ഭവനത്തിലുണ്ടായി. അത് ഞങ്ങളിവിടെ വരുന്ന അവസരത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് വളരെ കാര്യമായിട്ട് ഇടപെടുകയും മടിയിൽ കയറിയിരുന്ന് ഒന്നിച്ച് ഫോട്ടോ എടുക്കുകയും ഒക്കെ വളരെ ഒരു സന്തോഷത്തിന്റെ അവസ്ഥ ഒരു 4 മാസം മുമ്പ് ഈ ഭവനത്തിൽ വെച്ച് ഉണ്ടായത് ഞങ്ങൾ ഓർക്കുക. എന്നാൽ 4 മാസം കഴിഞ്ഞപ്പോൾ അതിന് ഒരു പൂ, നല്ലൊരു പൂവിനെ ദൈവം തമ്പുരാൻ ഒടിച്ച് തന്റെ സന്നിധിയിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ലോക ജീവിതത്തിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. 70, 80, 90, 100 ഇങ്ങനെയൊക്കെയാണ് മരണത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക്. വെറുതെയാണ്. ഈ ലോകത്തിലേക്ക് വന്നാൽ ഏത് സമയവും മരണമുണ്ട്, അത് യാതൊരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് പ്രായമായിട്ട് മാത്രമേ മരണം ഉള്ളൂ എന്നാലും ചിന്തിക്കേണ്ട. പ്രായത്തിന് മുമ്പേ മരണമുണ്ട്. കർത്താവിന്റെ ജനസമയത്തെ ശിശുസഹോദരന്മാരെ പോലെ അതിനുശേഷം എത്രയോ കുഞ്ഞുങ്ങൾ പലതരത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. അതുകൊണ്ട് പ്രായമുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾ ആവശ്യം. അപ്പൊ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ഈ പൈതലും കർത്താവിനെ മലാഖമാരുടെ ഗണത്തിൽ ഈ കുഞ്ഞുണ്ടാവും, യാതൊരു സംശയമില്ല. കാരണം ലോകത്തിന്റെ കറ തീണ്ടാതെ, ലോകത്തിന്റെ മായം പറ്റാതെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന അതേ മാനസികാവസ്ഥയോടുകൂടെ തന്നെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വഴിയൊരുക്കുന്ന ഒരു മാലാഖയെ ദൈവം തമ്പുരാൻ നമുക്ക് മുമ്പേ അവിടെ ഒരുക്കുന്നു എന്നുള്ളത് മാത്രമായി നിങ്ങൾ ചിന്തിക്കണം. മാനുഷികമായ പ്രയാസമുണ്ട്, അത് പറഞ്ഞറിയിച്ചാൽ പെട്ടെന്ന് മാറുന്നതല്ല. എങ്കിലും അതിനപ്പുറത്തുള്ള ദൈവികമായ പദ്ധതിയെ മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ എന്ന് ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്നു. മോനെ മാമ വളരെ കരഞ്ഞ് വിലപിക്കുന്ന ഒരാളാണ്. കാരണം 6 ആൺമക്കളും ഒരു കുഞ്ഞ് മോളുമാണുള്ളത്. ഈ കുഞ്ഞിനു വേണ്ടി അദ്ദേഹം തന്റെ എല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, പെമക്കൾ മോളല്ലേ, അതുകൊണ്ട് ആൺമക്കളോട് പറഞ്ഞു, എന്റെ ഉള്ളതെല്ലാം, എന്റെ സ്വർണവും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങളാരും അവകാശം പിടിക്കരുത്, ഈ എന്റെ മോക്കുള്ളതാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ് വിലപിക്കുന്ന ഒരു അനുഭവം കാണാനിടയായി. പക്ഷേ ഈ ലോകത്തിന്റെ ഒന്നും ഈ കുഞ്ഞിന് വേണ്ട, നിങ്ങളുടെ ഒന്നും വേണ്ട. ദൈവസന്നിധിയിലെ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് കുഞ്ഞ് കയറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ദുഃഖത്തിലിരിക്കുന്ന നിങ്ങളുടെ കണ്ണുനീരിനെ സർവശക്തൻ തുടയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമുക്ക് മുമ്പേ കടന്നുപോയിരിക്കുന്ന ഈ പൈതലിനെ സ്വർഗീയ ഇമ്പങ്ങളിൽ ദൈവം തമ്പുരാൻ വസിപ്പിക്കും, അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളെ വൈദികരെ പങ്കുചേരുന്നു. കടന്നു വന്ന എല്ലാവരും കണ്ണുനീര് തൂവുന്നുണ്ട്, അവരുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഈ കുഞ്ഞിന് വേണ്ടി, ഈ കുഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇതിന്റെ നല്ല ഓർമ്മകൾ, നല്ല സ്മരണകൾ നമുക്ക് അയവിറക്കാം. പ്രത്യേകിച്ച് ബഹറിന്റെ പ്രദേശത്ത് വെച്ചാണ് ഈ കുഞ്ഞ്
ദൈവസനിലേക്ക് മാറ്റപ്പെടുന്നത്. ആ സമയം മുതൽ അനേകം ആളുകളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ബഹറിലെ കത്തീഡ്രൽ ദേവാലയം അനുബന്ധമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭൗതിക ശരീരം ഈ നാട്ടിലേക്ക് എത്തിക്കുവാനിടയായത്. പുത്തങ്കാവ് ഇടവകയ്ക്ക് വേണ്ടി ബഹറിൻ കത്തീഡ്രൽ ഇടവകയോട് അനുബന്ധമായി സഹകരിച്ച എല്ലാവരുള്ളതായ നന്ദിയും സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പുത്തങ്കാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന് അനുശോചനവും പ്രാർത്ഥനയും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഈ കുഞ്ഞിനെ ഇമ്പങ്ങളെ അനുഭവത്തിൽ അനുവസിപ്പിക്കും. നമ്മുടെ പ്രാർത്ഥന നിരന്തരം ഉണ്ടാകണമെന്ന് ഓർമ്മിക്കുന്നു. ഇപ്പോൾ ധൂമ പ്രാർത്ഥന നടത്തും. ദൈവം കൃപയും ശരണത്താലെ കൃപയിൽ നടത്തണമേ അവരെ ധ്യാനത്തിൽ രാമേവർക്കും നൽകുന്നു എന്റെ ശരീരം ഭക്ഷിപ്പാലും ജീവത്തിൽ ഞാൻ മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവരെ ശരീരങ്ങളും ശരിയായി പിതാവാം ദൈവമയോടത്തെ സ്നേഹം പുത്രൻ തമ്പുരാന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാസം ശുദ്ധിമതിയായ അമ്മയുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥന കാവൽ മധ്യസ്ഥ സഹായങ്ങൾ നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് കർത്തൃസഭയിലേക്ക് എടുക്കപ്പെട്ട പൈതലിന്റെ ആത്മാവോടുകൂടെയും വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന ബോധപ്പെട്ടവരോടുകൂടെയും തുടർന്ന് നടക്കേണ്ടുന്ന സംസ്കാര ശുശ്രൂഷകളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അവിടത്തിനുള്ള ശുശ്രൂഷ സമാപിച്ചു. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം അനുഗ്രഹിച്ചത് ഇടവകയുടെ മുൻവികാരി ഏറ്റവും ബഹുമാനായ ജോൺ ദാനിയൽ കോറപ്പീസ്കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് വിനയനാനച്ചൻ, ബഹുമാനപ്പെട്ട മാമൻ ശാമുവേലച്ചൻ, മാമൻ തോമസ് അച്ഛൻ, മത്തായി കുഞ്ഞിലച്ചൻ, എൽവിൻ അച്ഛൻ, മോൻസി അച്ഛൻ, ജാൾസൻ അച്ഛൻ, വൈദിക ശ്രേഷ്ഠയുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. ഇതിനു മുമ്പ് ധാരാളം വൈദികരെ ഇവിടെ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ സമയമൊക്കെയും ഈ പ്രിയപ്പെട്ട ദേശനിവാസികളും പ്രിയപ്പെട്ടവരും പ്രാർത്ഥനക്കാരും ഒക്കെയും വന്ന് സഹകരിച്ച് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു. അവരുള്ളതായ നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. ഇപ്പോൾ ഭൗതിക ശരീരം വാഹനത്തിലാണ് ദേവാലയത്തിലേക്ക് പോകുന്നത്. സെന്റ് ജോൺസ് ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പുത്തങ്കാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ സെമിത്തേരിയിലായിരിക്കും അടക്കുന്നത്. ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് നെൽക്കൽ ഭദ്രാസനാധിപതിയായ യോശുവ മാമിക്കോലിമോസ് തിരുമനസ്സുകൊണ്ട് കൃത്യം 3 മണിക്ക് ശുശ്രൂഷ പള്ളിയിൽ ആരംഭിക്കും. അതുകൊണ്ട് വാഹനങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് കയറുക. ഏറ്റവും ആവശ്യമുള്ളവർ മാത്രം ഇവിടെ നിൽക്കുക. ബാക്കിയുള്ളവരെ വാഹനത്തിൽ കയറി വിലാപയാത്രയായിട്ട് പോകണമെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ അന്ത്യചുമനത്തിന്റെ സമയമാണ്. അത് ക്രമീകരിച്ച് അന്ത്യചുമന അത്യാവശ്യമുള്ളവർ മാത്രം കൊടുക്കുക. ബാക്കിയുള്ളവരെ റോഡിലേക്ക് ഇറങ്ങുക. നെറ്റിക്ക് മാത്രമോ അല്ലെങ്കിൽ നെഞ്ചത്തോ വല്ലതും ഉമ്മ കൊടുക്കുക എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. വാർക്ക നിൽക്കുന്നവരെ ഞാൻ പറഞ്ഞ കേട്ടെങ്കിൽ റോഡിലോട്ട് ഇറങ്ങി പള്ളിയിലേക്ക് പോകുന്നവർ വാഹനങ്ങളിൽ കയറിയാണ്. പള്ളിയിലേക്ക് വരുന്നവർ ബാക്കിയുള്ളവരെ
പറ്റത്തില്ല പോയപ്പോൾ പറയുക
വീനസ് പ്രൈവറ്റ് തൊട്ട് പറയുന്നത്. ക്യാമറ മാത്രമേ എല്ലാം ഉണ്ട്. ചവിട്ടിയാകൊണ്ട് എനിക്കൊരു കൊടുക്കാൻ വയ്യാടാ. വീട്ടിൽ നിന്ന് പോവാന്നോടി അമ്മച്ചിടെ വീട്ടിൽ പോവാന്നോടി വീട്ടിൽ നിന്ന് പോവാന്നോ